അവർ ഇറങ്ങിയിട്ട് ഈ നടുക്കത്തെ ഡോറ് തുറന്നിട്ട് ഒരാളെ അയാൾ ഉറങ്ങിക്കിടക്കുന്ന അവസ്ഥയിലായിരുന്നു തോന്നുന്നു ഇങ്ങനെ വലിച്ചിറക്കുക. എന്നിട്ട് ഒരാൾ കയ്യിൽ ഇങ്ങനെ അപ്പുറം തിരിച്ചു പിടിച്ചിട്ട് അപ്പുറം നിന്ന് ഇപ്പുറം നിന്ന് രണ്ടാൾ നിന്ന് ഈ പുറത്തേക്ക് നല്ല ശക്തമായിട്ട് ഇടിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ ബാലുവിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് 28 ഒടിവുകൾ കണ്ടാണ് മരണകാരണമായതിൽ. അതിൽ 8 ഒടിവുകൾ ഈ അപകടം കൊണ്ട് ഉണ്ടായതല്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ വണ്ടി കൊണ്ട് ഇങ്ങനെ നിർത്താനായിട്ട് വടിവാളും കുറുവടിയൊക്കെ ആയിട്ട് ആൾക്കാർ നിൽക്കണം. റോഡിൻ്റെ നടുക്ക് ക്രോസ് ചെയ്ത് നിൽക്കുക. അപ്പോൾ ഞാൻ വണ്ടി ചവിട്ടിയപ്പോഴത്തേനും അസാധ്യമായ ആരില്ല, ഞാൻ തന്നെ മാത്രം ഉണ്ടായുള്ളൂ. അസാധ്യമായ അശ്ലീലം പറഞ്ഞിട്ട് വണ്ടിയുടെ ഡോറും വലിച്ചടുപ്പിച്ചിട്ട് അവരെന്നെ അവിടെ നിന്ന് ഓടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഇത് രണ്ടുമാണെന്ന് നമുക്ക് മനസ്സിലാവണം. തിരിഞ്ഞു നോക്കുമ്പോൾ ബാക്കിലെ ഗ്ലാസ് കണ്ടുകൊണ്ടാണ് നമുക്ക് ഡ്രൈവർ വിളിച്ചു പറഞ്ഞു ടി വിയിൽ എഴുതി കാണിക്കേണ്ട വയലും വായിക്കേണ്ട ബാലുചേട്ടൻ്റെ വണ്ടി അപകടത്തിൽപ്പെട്ട് കൊച്ചു മരിച്ചു എന്നൊക്കെ പറഞ്ഞത്. അപ്പം ഞാൻ നമ്മുടെ മനസ്സിൽ നിന്നൊക്കെ വിട്ടു. നമസ്കാരം സുഹൃത്തുക്കളെ. നമസ്കാരം. നമ്മളോടൊപ്പം ഇന്ന് ക്രൈം ഓൺലൈൻ്റെ സ്റ്റുഡിയോയിലുള്ളത് ശ്രീ സോബി, കലാഭവൻ സോബി ചേട്ടൻ. എല്ലാവർക്കും അറിയാം, അദ്ദേഹം ഇപ്പോൾ ചില സത്യങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞത് ഇപ്പോൾ വീണ്ടും അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിലെ ഒരു സത്യം പുറത്തേക്ക് വരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സോബി ചേട്ടാ, ഞാനൊരു തിരുവനന്തപുരംകാരനാണ്. അപ്പോൾ ഈ പറയുന്ന പ്ലേസൊക്കെ എനിക്ക് വളരെ പരിചിതമായ സ്ഥലമാണ്. അപ്പോൾ ചേട്ടൻ മറ്റൊരു ചാനലിൽ സംസാരിച്ച ജോയി ഒക്കെ ഞങ്ങളുടെ സൗഹൃദ വലയത്തിൽപ്പെട്ട ബാലുവിൻ്റെ മരണപ്പെട്ട ബാലഭാസ്കറിൻ്റെ സൗഹൃദത്തിലെ ബാലഭാസ്കറിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് ജോയിയുടെ ഒരു സുഹൃത്താണ്. എൻ്റെ ഒരു അനിയനാണ് ജോയി. അപ്പോൾ ഞങ്ങൾ തിരുവനന്തപുരത്തുകാർക്ക് ഈ സ്ഥലം വളരെ സുപരിചിതമാണ്. ചേട്ടാ, നമ്മൾ ചില സിനിമകളിൽ കാണുന്ന പോലെ ഈ സംഭവത്തിനെ നമുക്കൊന്ന് റീവെൻഡ് ചെയ്തെന്ന് ചേട്ടൻ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവമാണ്. ഒന്ന് ചുരുക്കി പറയാം. ജനങ്ങൾക്ക് കേട്ട് സുപരിചിതമായ കാര്യം തന്നെയാണ് ഞാൻ ഇപ്പോൾ സാറ് പറഞ്ഞതനുസരിച്ച് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യണത്. 2018 സെപ്റ്റംബർ 24 ഞാൻ ചാലക്കുടിയിൽ നിന്ന് തിരുനെൽവേലിക്കുള്ള യാത്രാമധ്യേ എൻ്റെ കാറിൻ്റെ സർവീസ് ഇൻഡിക്കേഷൻ, ബെൻസ് വണ്ടിയായിരുന്നു, സർവീസ് ഇൻഡിക്കേഷൻ ചേർത്തലയിൽ എത്തിയപ്പോൾ സിഗ്നൽ കാണിച്ചു. അപ്പോൾ ബെൻസ് വണ്ടി ഏകദേശം 1000 കിലോമീറ്റർ എൻ്റെ ആ വണ്ടി സർവീസ് ഇൻഡിക്കേഷൻ എത്തി കഴിഞ്ഞാൽ ഓടുകയുള്ളൂ. അത് കഴിഞ്ഞ് ന്യൂട്രായിപ്പോവും. ഞാൻ വണ്ടി സർവീസ് ചെയ്യുന്നത് ബാംഗ്ലൂർ ബെൻസിൻ്റെ TVSലാണ് സർവീസ് ചെയ്യണത്. അപ്പോൾ ഞാൻ എൻ്റെ ഡ്രൈവറെ വിളിച്ചു പറഞ്ഞു, രാവിലെ നീ തിരുവനന്തപുരത്തേക്ക് വന്നു കഴിഞ്ഞിട്ട് എന്നെ നീ തിരുനെൽവേലിയിൽ ഇറക്കിയിട്ട് ബാംഗ്ലൂർക്ക് പോയി, അപ്പോൾ 2 ദിവസം കഴിഞ്ഞ് കിട്ടുമ്പോഴത്തേക്കും എൻ്റെ വർക്ക് അവിടുത്തെ കഴിഞ്ഞ് തിരിച്ചു പോരാമെന്ന് പറഞ്ഞു. അങ്ങനെ അപ്പോൾ എനിക്ക് സമയമുണ്ട്. കോതമംഗലത്ത് നിന്ന് ആദ്യത്തെ ബസ് തിരുവനന്തപുരത്ത് എത്തുമ്പോൾ 11:30 ആവും. അപ്പോൾ ഞാൻ പയ്യെ തിരുവനന്തപുരത്തേക്ക് യാത്ര പോയിക്കൊണ്ടിരിക്കുക. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഉറക്കം വന്നപ്പോൾ ഞാൻ പള്ളിപ്പുറത്ത് സമയം മംഗലപുരം കഴിഞ്ഞ് പള്ളിപ്പുറത്തിനടുത്ത് ലെഫ്റ്റ് സൈഡ്, മംഗലപുരം ടൗൺ കഴിയുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിൽ. ഇപ്പോൾ പക്ഷേ സ്ഥലമൊക്കെ മാറിപ്പോയി. ഹൈവേ വന്ന വണ്ടി ഇടിച്ച മരം മാറി ഇതൊക്കെ പോയാൽ, പക്ഷേ പമ്പ അവിടെ ഇപ്പോഴും ഉണ്ട്. കുറച്ച് സ്ഥലം എടുത്ത് പോയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് അവിടെ കിടന്ന് കയറി ഒരു ക്യാമറയുണ്ട്. ഞാൻ എപ്പോഴും ഇന്ത്യ മുഴുവൻ കാറിൽ യാത്ര ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ എപ്പോഴും ഇങ്ങനത്തെ രാത്രിയിൽ എൻ്റെ ഉറക്കം മുഴുവൻ ഇങ്ങനത്തെ പെട്രോൾ പമ്പിലോ അല്ലെങ്കിൽ ടോൾ ബൂത്തുകളിലൊക്കെയാണ്. അപ്പോൾ എല്ലാം ക്യാമറയുടെ മുമ്പിൽ തന്നെ. അവിടെ ക്യാമറയുടെ ഫ്രണ്ടിൽ തന്നെയാണ് ഞാൻ കിടന്ന് ഉറങ്ങിയത്. കുറേ സമയം കഴിഞ്ഞപ്പോൾ അത് അന്നേരം ഏകദേശം ഒരു 11:45-12 ആ ടൈമൊക്കെ ആയി കാണും. ഒരു 3-3:15 ആയി കാണും. സമയം കഴിയുമ്പോൾ എന്തോ പൊട്ടണ സൗണ്ട് കേട്ടാണ് ഞാൻ എഴുന്നേക്കുന്നത്. നോക്കുമ്പോൾ റോട്ടിൽ ഒരു സ്കോർപ്പിയോ നിർത്തിയിട്ട് അതിൻ്റെ ഫ്രണ്ടിൽ മദ്യക്കുപ്പി വെച്ചിട്ട് 3-4 പേരൊന്ന് മദ്യപിക്കണേ. അത് കഴിഞ്ഞിട്ട് ആ കുപ്പി റോട്ടിലേക്ക് എറിഞ്ഞ് പൊട്ടണ സൗണ്ടാണ് കേട്ടത്. അപ്പോൾ ഞാൻ പിന്നെയും കിടന്നു അവിടെ. അതിനൊരു 15 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോൾ വേറെ വണ്ടി വന്ന് നിൽക്കുന്ന സൗണ്ട് കിട്ടും. അപ്പോൾ പയ്യെ എഴുന്നേറ്റ് നോക്കിയപ്പോൾ ഒരു ഇന്നോവ കാറാണ്. അപ്പോൾ ആ കാറ് വെള്ളക്കാറല്ല, വേറെ എന്തോ കളറായിട്ട് എനിക്ക് തോന്നുന്നത്. അതിലുള്ളവർ ഇവരുമായിട്ട് സംസാരിച്ചു. ഈ സ്കോർപ്പിയോയിലുള്ളവരുമായിട്ട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ സ്കോർപ്പിയോയിൽ വന്നവർ ചെന്ന്, അപ്പോൾ ഈ ഡ്രൈവറുടെ സൈഡിൽ നിന്ന് ഇറങ്ങണ ആൾ ഞാൻ കാണുന്നത് നല്ല തടിച്ചിട്ട് ഹൈറ്റായിട്ടുള്ള ഒരാളാണ്. ഡ്രൈവറുടെ ഓപ്പോസിറ്റ് സൈഡ് ഒരാൾ ഇങ്ങനെ തല കുഞ്ഞിച്ചിരിപ്പുണ്ട്. അത് ആണാണോ പെണ്ണാണോ എന്ന് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഒരു 15 അടി 20 അടി ഗ്യാപ്പിലാണ് നിൽക്കുന്നത്, ഇരുട്ടുള്ള സ്ഥലം. അപ്പോൾ അവർ ഇറങ്ങിയിട്ട് ഈ നടുക്കത്തെ ഡോറ് തുറന്നിട്ട് അയാൾ ഉറങ്ങിക്കിടക്കുന്ന അവസ്ഥയിലായിരുന്നു തോന്നുന്നു ഇങ്ങനെ വലിച്ചിറക്കുക. എന്നിട്ട് ഒരാൾ കയ്യിൽ ഇങ്ങനെ അപ്പുറം തിരിച്ചു പിടിച്ചിട്ട് അപ്പുറം നിന്ന് ഇപ്പുറം നിന്ന് രണ്ടാൾ നിന്ന് ഈ പുറത്തേക്ക് നല്ല ശക്തമായിട്ട് ഇടിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ ബാലുവിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് 28 ഒടിവുകൾ കണ്ടാണ് മരണകാരണമായതിൽ. അതിൽ 8 ഒടിവുകൾ ഈ അപകടം കൊണ്ട് ഉണ്ടായതല്ല എന്നാണ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ CBI പറഞ്ഞ മറുപടി എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ സർജിക്കൽ
ഓപ്പറേഷനുകളൊക്കെ വന്നില്ലേ. അപ്പോൾ ഇങ്ങനെ ഇടിക്കുന്നത് കണ്ടു. ഇടിക്കുന്ന കണ്ട് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തെ ആ കിടന്ന ആളെ ബാലു ആണെന്നൊന്നും നമുക്കറിയില്ല, ആ കാറിലേക്ക് തന്നെ കൊണ്ടുപോയി തിരിച്ച് കയറ്റിയിട്ട് ഡോർ അടയ്ക്കണം. അപ്പോൾ അത് കഴിഞ്ഞ് 2 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേനും കൊല്ലം സൈഡിൽ നിന്ന് ഒരു വണ്ടി, ഒരു ഇന്നോവയുടെ വന്നു. അത് വെള്ള ഇന്നോവയാണ്. അതിൽ നിന്ന് 2 പേര്, ഒരാൾ കതറൊക്കെ ഇട്ട സൈസുള്ള ഒരാൾ, പിന്നെ ഒരാൾ ഫുൾ സ്ലീവ്. തിരുവനന്തപുരത്ത് നിന്ന് അങ്ങോട്ട് പോകുന്ന രീതിയിലാണ് കിടക്കുന്നത്. അല്ല, വണ്ടി ഇങ്ങനെ കയറ്റി കിടക്കും, പമ്പിലേക്ക് ഫ്രണ്ട് കയറ്റിട്ട്. അപ്പൊ നമുക്ക് ഇങ്ങനെ പൊങ്ങി നോക്കുമ്പോൾ ബാക്കിലെ ഗ്ലാസ് ഒക്കെ ഇത് കാണാം. മനസ്സിലായി. അപ്പൊ അവരുമായിട്ട് ഒരു 2 അല്ലെങ്കിൽ 3 മിനിറ്റ് ഒക്കെ സംസാരിച്ചിട്ട് ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തിട്ട് അവർ വന്ന സ്ഥലത്തേക്ക് തന്നെ തിരിച്ചും പോയി. ഇത് കഴിഞ്ഞപ്പോൾ ഈ വണ്ടിയൊക്കെ എടുത്തും മുന്നോട്ടേക്ക് പോകാൻ നേരത്ത് ഒരു സ്കോർപ്പിയോയിൽ വന്ന് ബെർമൂഡ ധരിച്ച ഒരാൾ ഈ സ്കോർപ്പിയോയുടെ നടു ഡോറ് തുറന്നിട്ട് ഒരു ലിവർ എടുത്തിട്ട് ഈ ഇന്നോവയുടെ ബാക്ക് ഗ്ലാസ് അടിച്ചു. അപ്പോൾ ആ പൊട്ടിയത് എങ്ങനെ പൊട്ടിയെന്ന് ഇപ്പോഴും ആരെ പൊട്ടിച്ചെന്ന് ഇപ്പോഴും ഒരു തെളിവുമില്ല. ആരെ പൊട്ടിച്ചതെന്ന് ബാക്കി എല്ലാത്തിനും ആൾക്കാർ പറഞ്ഞില്ല, ഇതിന് മാത്രം ആരും പറഞ്ഞിട്ടില്ല. അപ്പോൾ വണ്ടി എടുത്ത് പിന്നെ ഈ 2 വണ്ടി മുമ്പോട്ടേക്ക് പോയി. അപ്പോൾ ഞാൻ സൈഡിലെ വാഷ്റൂമിൽ പോയി ഫേസൊക്കെ ഒന്ന് കഴുകിയിട്ട് വണ്ടി എടുത്ത് തിരിച്ച് തിരുവനന്തപുരം സൈഡിലേക്ക് പോരുക. പോകുന്ന ഒരു 2-3 അപ്പോൾ ഇത്രയും സംഭവങ്ങൾ കഴിഞ്ഞിരിക്കുക. അപ്പോൾ പിന്നെ നമ്മളത് മറന്നു, അവർ പോയില്ലേ. അത് കഴിഞ്ഞിട്ട് തിരുവനന്തപുരം സൈഡിലേക്ക് പോകുന്ന സമയത്ത് ഒരു 3 കിലോമീറ്റർ 4 കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ റോഡിൻ്റെ നടുക്കിന് ആൾക്കൂട്ടം കാണും. അപ്പോൾ ഞാൻ ഇങ്ങനെ വണ്ടി കൊണ്ട് ഇങ്ങനെ നിർത്താനായിട്ട് വടിവാളും കുറുവടിയൊക്കെ ആയിട്ട് ആൾക്കാർ നിൽക്കണം. റോഡിൻ്റെ നടുക്ക് ക്രോസ് ചെയ്ത് നിൽക്കുക. അപ്പോൾ ഞാൻ വണ്ടി ചവിട്ടിയപ്പോഴത്തേനും അസാധ്യമായ ആരില്ല, ഞാൻ തന്നെ മാത്രമേ ഉണ്ടായുള്ളൂ. അസാധ്യമായ അശ്ലീലം പറഞ്ഞ് എൻ്റെ വണ്ടിയുടെ ഡോറും വലിച്ചടുപ്പിച്ചിട്ട് അവരെന്നെ അവിടെ നിന്ന് ഓടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഞാൻ വലത് സൈഡിലേക്ക് നോക്കുമ്പോഴാണ് ഈ കാർ അവിടെ കിടക്കണ കാണുന്നത്. അപ്പോൾ കാറ് നോക്കുമ്പോൾ ആ കാറ് തന്നെയാണെന്ന് മനസ്സിലാവുന്നത്. ബാക്കിലെ ഗ്ലാസ് പൊട്ടിയിട്ടുണ്ടായിരുന്നു ഈ ഇന്നോവയുടെ. അങ്ങനെ ഞാൻ മുന്നോട്ടേക്ക് പോകുമ്പോൾ വഴി ഇങ്ങനെ ബ്ലോക്കായി ഇങ്ങനെ പോണ മാതിരി തോന്നുക. എൻ്റെ പുറകെ അത് വണ്ടി ഫോളോ ചെയ്ത് വന്നമാതിരി എനിക്ക് ഒരു സംശയം ആയിരുന്നായിരിക്കാം. എന്തായാലും ഞാൻ തൊട്ടടുത്ത് ഭയപ്പെട്ടു. അല്ല, നമ്മുടെ ഭയം താങ്കളെ പിടികൂടി. ഭയമല്ല, നമുക്ക് എന്തോ ഒരു മരവിപ്പ് കണക്കാണ് നമുക്ക് അങ്ങനെ തോന്നുന്നത്. ഭീകരാന്തരീക്ഷം 12 മണിയാണ് സമയം. അല്ലല്ല, അന്നേരം 3:30-4 മണിയായി കാണും ആ സമയത്ത്. അപ്പൊ ഈ മദ്യപാന സെസ് എത്ര വരെ നീണ്ടു? അല്ല, അതൊരു 3, ഞാൻ പമ്പി കിടക്കണതാ പറഞ്ഞ 12 മണിന്ന് ഞാൻ പറഞ്ഞത്. പക്ഷെ മദ്യപിക്കുന്ന ആ സൗണ്ട് കാണുന്നത് ഒരു 3:15 സമയത്ത്. അപ്പോൾ സംഗതി ചേട്ടൻ അറിയുന്നുള്ളൂ. ചേട്ടൻ മയങ്ങി പോയി. പിന്നെ മയങ്ങി പോയപ്പോ എന്താ പൊട്ടണ സൗണ്ട് കേട്ടാ എഴുന്നേക്കുന്നത്. അപ്പൊ അങ്ങനെ പോകുമ്പോഴത്തേനും ഈ റോഡിന്റെ വലത് സൈഡിൽ കൂടെ ഒരാള് ബൈക്ക് ഇങ്ങനെ തുഴഞ്ഞു പോവാ. ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ 2 കാലിന് തുഴഞ്ഞു. അയാളുടെ കയ്യിൽ നിന്ന് ഒരു പൊതി മേടിച്ചിട്ട് ഒരു പയ്യൻ ഇടത് സൈഡിൽ കൂടെ തിരുവനന്തപുരം സൈഡിലേക്ക് തന്നെ ഓടും. അപ്പോൾ ആ പയ്യൻ ഇടത് സൈഡിൽ കൂടെ ഈ ബൈക്കാരൻ ഈ റൈറ്റ് സൈഡിൽ കൂടെ ഇങ്ങനെ തുഴഞ്ഞു പോകണ സമയം. അപ്പോൾ ഈ ഏതൊരു വണ്ടി എന്നെ ഫോളോ ചെയ്ത് വന്നെ കണ്ടപ്പോൾ തൊട്ടടുത്തുള്ള കട്ട് റോട്ടിൽ കൂടെ ഞാൻ കയറി അവിടെ പോയി വണ്ടി പാർക്ക് ചെയ്തിട്ട് എൻ്റെ ഡ്രൈവറെ വിളിച്ചു. എടാ, ഇങ്ങനെ ഒരു സംഭവം കാണുന്നുണ്ട്, എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഒന്ന് നോക്കണം എന്ന് പറഞ്ഞാൽ എൻ്റെ ലൊക്കേഷൻ കൂടെ ഇട്ട് കൊടുത്തു. അപ്പോഴത്തേക്കും കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും റോട്ടിൽ കൂടെ അപ്പം ഞാൻ ഈ ഇവിടുന്ന് ഇങ്ങനെ പോണ സമയത്ത് വേറൊരു ഞാൻ കിടന്ന പമ്പിൻ്റെ അവിടെ നിന്ന് ഈ അപകടം നടന്ന സ്ഥലത്തേക്ക് പോണ വഴിക്ക് ഒരു വണ്ടി അസാധ്യമായ സ്പീഡിൽ ഓൺ ഞെക്കി പിടിച്ച് കൊല്ലം സൈഡിലേക്ക് പോകുന്നുണ്ട്. നമ്മൾ പക്ഷി പറക്കണ മാതിരിയാണ് പോകണേ. എന്ത് വണ്ടി എന്ന് പറയാൻ പറ്റില്ല. ജസ്റ്റ് തിരിഞ്ഞ് നോക്കുമ്പോൾ ഒരു ചുവന്ന കളറാണ് കാണുന്നത്. ഏകദേശം നമ്മൾ ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു സ്വിഫ്റ്റ് വണ്ടിയാണെന്ന് തോന്നും. അത്ര പറയാൻ നമുക്ക് പറ്റുള്ളൂ. എന്തായാലും ഈ തിരുവനന്തപുരത്ത് നിന്ന് ഒരാൾ കൊല്ലം സൈഡിലേക്ക് ആശുപത്രി കൊണ്ടുപോകേണ്ട ആവശ്യമില്ല, ഇല്ല, തൊട്ടടുത്തല്ലേ ഇത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പോകുമ്പോഴാണ് ഇത് കാണുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ആ കട്ട് റോട്ടിൽ കൂടെ പോയി ആ ഒരു വിജനമായ സ്ഥലത്ത് നിന്ന് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും റോട്ടിൽ കൂടെ ഫയർഫോഴ്സിൻ്റെ വണ്ടി, ആംബുലൻസിൻ്റെ വണ്ടി ഇങ്ങനെ സ്പീഡിൽ പോകുന്നുണ്ട്. അപ്പോഴത്തേക്കും ഈ അപകടം നടന്ന സ്ഥലത്തേക്കാണെന്ന് മനസ്സിലായി. അപ്പോൾ ഞാൻ അവിടുന്ന് വണ്ടി എടുത്ത് തിരുവനന്തപുരം. ചേട്ടൻ ഈ വണ്ടി മരത്തിലിടിച്ച രീതിയിലാണ് ഈ അപകടം? അല്ലല്ല, വണ്ടി ഇടിച്ചാണ് കിടക്കണേന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. അവിടെ ഒരു പുക ഏതാ വെച്ചാൽ ഞാൻ ആ റോട്ടിൽ കിടക്ക് അനേക പ്രാവശ്യം ഈ കലാപന്റെ കഴിഞ്ഞിട്ട് വന്ന സമയത്ത് പല രാത്രികളും അതിൽ യാത്ര ചെയ്യുന്നത്. അവിടെ മഞ്ഞ് മൂടിയ ഒരു അവസ്ഥ ഞാൻ വലിയ ആൽമരം ഉണ്ടായിരുന്നു. ഈ വണ്ടി ഇടിച്ചത് അതിലാണ്. വണ്ടി ഇടിച്ച് അവിടെ പിന്നെ പോയി കണ്ടു. അപ്പൊ താങ്കള് ഇവിടുന്ന് വണ്ടിയും കൊണ്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങളൊന്നും താങ്കൾ അറിയുന്നില്ല? ഇല്ല. നമുക്ക് ഇത് ഇങ്ങനത്തെ ഒരു പേടി വന്നു. താങ്കൾ ഇങ്ങനെ ഒരു സാധനം നമ്മൾ ചിന്തിക്കണില്ല. സാധാരണ പോണ ഒരു അപകടം ഇത് രണ്ടുമാണെന്ന് നമുക്ക് മനസ്സിലാവണേ. തിരിഞ്ഞു നോക്കുമ്പോൾ ബാക്കിലെ ഗ്ലാസ് കണ്ടുകൊണ്ടാണ് നമുക്ക് മനസ്സിലാവണേ. നമ്മൾ ചെല്ലുമ്പോൾ റോഡിൽ കുറെ ആൾക്കൂട്ടം കണ്ട് നമ്മൾ സ്വാഭാവികമായിട്ട് വണ്ടി നിർത്തും. എന്നിട്ട് ഈ അപകടം സ്ഥലത്തേക്ക് നടന്നു ചെന്നു. ഇറങ്ങിയില്ല, എന്നെ ഇറക്കിയില്ല. അവിടെ എന്നെ ഇറക്കിയില്ല. ചേട്ടാ അങ്ങ് മാറി നിന്നാണ് ഇതെല്ലാം അറിയുന്നത്. ആൾക്കാർ പോകുന്നൊക്കെ നമ്മൾ അറിയാണ്, ഇവിടെ കിടന്നറിയാം. പിന്നെ ഈ വണ്ടികൾ ആംബുലൻസ് ഒക്കെ പോകുന്ന സമയത്ത് ഞാൻ വണ്ടി എടുത്ത് തിരുവനന്തപുരത്തേക്ക് തന്നെ വന്നു. അപ്പോൾ കഴക്കൂട്ടത്ത് എത്തിയപ്പോൾ തന്നെ ഡ്രൈവർ വിളിച്ചു പറഞ്ഞു, ടി വിയിൽ എഴുതി കാണിക്കേണ്ട വയലും വായിക്കേണ്ട ബാലുചേട്ടൻ്റെ വണ്ടി അപകടത്തിൽപ്പെട്ട് കൊച്ചു മരിച്ചു എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ നമ്മുടെ മനസ്സിൽ നിന്നൊക്കെ വിട്ടു. ബാലു മരിച്ചിട്ടില്ല. താങ്കൾ ഇത് കണ്ടു എന്ന് ഈ ചെയ്ത ഇതിൻ്റെ ഈ ആസൂത്രണം ചെയ്തവർക്ക് ഉണ്ടായ ഡൗട്ടിന്മേലാണ് താങ്കളെ മാറ്റി നിർത്തിയതെന്ന് താങ്കൾക്ക് പറയാം. അതിപ്പോൾ പറയാം.
ഇപ്പം പറയാൻ പറ്റും. അവർ എന്തുകൊണ്ട് താങ്കളെ ഒരു അങ്ങോട്ട് മാറ്റി ആ സൈഡ് റോഡിലോട്ട് ചേട്ടന് വണ്ടിയിട്ട് മാറി നിൽക്കേണ്ടി വന്ന് അവർ ഭയപ്പെടുത്തിയതുകൊണ്ട് തന്നെയാണ്. തീർച്ചയായും അവർക്ക് അത് മനസ്സിലായി താങ്കൾ അവിടെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇനി ബാക്കി കൂടെ അപ്പോൾ എന്നിട്ട് ചേട്ടൻ ഇത് ഇങ്ങനെ അപകടം ഉണ്ടായി എന്ന് അറിയുന്നു. ഇനി പറഞ്ഞാട്ടെ, ഇനി എന്തായിരുന്നു ബാക്കി? ഇത്രയാണ് എനിക്ക് ഈ കേസിൽ ഞാൻ കണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനമാണ് ഡെവലപ്പ് ചെയ്ത് പോണത്. അപ്പോൾ പിന്നെ നമ്മളിത് പുറത്ത് വന്നേരം പറയേണ്ട കാര്യമില്ല. ബാലഭാസ്കർ മരിച്ചിട്ടില്ല, ഹോസ്പിറ്റലിൽ കിടക്കും. അപ്പോൾ നമ്മൾ നമ്മുടെ മനസ്സിൽ നിന്ന് വിട്ടു. ഞാൻ എൻ്റെ ജോലിയൊക്കെ ആയിട്ട് പോയി. അങ്ങനെ ഒക്ടോബർ 2-ാം തീയതി ഇദ്ദേഹം മരണപ്പെട്ട് കഴിയുമ്പോൾ അന്ന് 2-ാം തീയതിത്തെ രാത്രിയിലത്തെ TV ചാനലിൽ ഇതിൻ്റെ ചടങ്ങ് 1.5 ദിവസം വരെ കിടന്നു അദ്ദേഹം. 1.5 അല്ല, അതിൽ കൂടുതൽ കിടന്നില്ല. 25-ാം തീയതി 2-ാം തീയതി വരെ 7 ദിവസത്തിൻ്റെ കിടന്നു. അപ്പോൾ ഈ പറഞ്ഞ മാതിരി ബാലുവിൻ്റെ അച്ഛൻ പറയാൻ കേൾക്കുകയാണ് TV-യിൽ എൻ്റെ മകനെ കൊന്നാണ് എന്നൊക്കെ പറയുകയാണ്. വളരെ വിഷമിച്ചു. അപ്പോൾ എൻ്റെ അഡ്വക്കേറ്റ് രാമൻകർത്ത സാറിനെ ഞാൻ വിളിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു സോബിക്ക് ആവശ്യത്തിൽ കൂടുതൽ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ എനിക്ക് വേറൊരു വക്കീലും കൂടെ ഉണ്ട്, ബെന്നി കമ്മൽ എന്ന് പറഞ്ഞിട്ട് വേറെ ക്രിമിനൽ കേസൊക്കെ നടത്തുന്ന വക്കീലുമുണ്ട്. അപ്പോൾ അവരൊക്കെ പറഞ്ഞു ആവശ്യത്തിൽ കൂടുതൽ പ്രശ്നങ്ങളുണ്ട്, ഇനി ഇതായിട്ട് കയറി പിടിക്കാൻ നിൽക്കണ്ട കേട്ടോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഫോൺ വെച്ചു. കുറച്ച് കഴിഞ്ഞാൽ 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഈ കർത്ത സാർ എന്നെ ഇങ്ങനെ തിരിച്ചു വിളിച്ചു. ഈ ഉണ്ണിച്ചാണ്ടിൻ്റെ ഇൻ്റർവ്യൂ ഉണ്ട്, സോബി അത് ആരോടെങ്കിലും വേണ്ടി ഒന്ന് സൂചിപ്പിച്ചാൽ അവർക്ക് ഒരു ഗുണം കിട്ടുവാണെങ്കിൽ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഈ ബാലുവിൻ്റെ അവരുടെ വീട്ടുകാർ എനിക്ക് യാതൊരു കണക്ഷൻ ഇല്ല ആ സമയത്ത്. അപ്പോൾ അങ്ങനെ മധു ബാലകൃഷ്ണൻ ഞങ്ങൾ വലിയ സുഹൃത്തുക്കളായിരുന്നു. അപ്പം മധുവിൻ്റെ ഒരു ചെറിയ റിലേഷൻ ഉണ്ട് ഈ ബാലു എന്ന് എനിക്കറിയാമായിരുന്നു. അങ്ങനെ മധുവിനെ ഞാൻ വിളിച്ചിട്ട് കാര്യം പറഞ്ഞു. അപ്പോൾ മധു എല്ലാം കേട്ട് കഴിഞ്ഞിട്ട് മധു പറഞ്ഞു, ഞാൻ പറഞ്ഞു ഇവരുടെ ആരെയും നമ്പർ തരാൻ പറഞ്ഞപ്പോൾ പറഞ്ഞു ചേട്ടാ ബാലുചേട്ടൻ വീട്ടുകാരെ അട്ടത്ത് ചേർച്ചല്ലായിരുന്നു, പുള്ളിയുടെ ഒരു മാനേജറുണ്ട് പ്രകാശ് തമ്പി എന്ന് പറഞ്ഞു, പുള്ളിയുടെ നമ്പർ തരാം. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നെ ഒന്ന് പരിചയപ്പെടുത്തിയേക്കാൻ പറഞ്ഞു. അങ്ങനെ പരിചയപ്പെടുത്തിയിട്ട് എന്നെ വിളിക്കണമെന്ന് പറഞ്ഞു. പുള്ളിനെ പരിചയപ്പെടുത്തി എന്നെ തിരിച്ച് വിളിച്ചു. അപ്പോൾ തന്നെ ഞാൻ പ്രകാശ് തമ്പിനെ വിളിക്കുകയാണ്. ഞാൻ ഫോൺ എടുത്ത് പ്രകാശ് അല്ലേന്ന് ചോദിക്കുമ്പോൾ തന്നെ പുള്ളി പറയാം ചേട്ടാ അവിടെ കണ്ടതിലൊന്നും കാര്യമില്ല, ഞങ്ങൾ അതിനെക്കുറിച്ചൊക്കെ അന്വേഷിച്ചു കിട്ടുമെന്ന്. എടുക്കുമ്പോൾ തന്നെ പുള്ളിയുടെ മറുപടി അങ്ങനെയാണ്. അപ്പോൾ എനിക്ക് ആപ്പാടെ ഒരു സ്റ്റണ്ടായിപ്പോയി അങ്ങനെ കേട്ടപ്പോൾ. ഞാൻ ചോദിച്ചു പ്രകാശ് സംഗതി ഇങ്ങനെ ഒരാൾ ഓടിപ്പോണാണ്ട് ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും പുള്ളി പറഞ്ഞു അങ്ങനെ ഒരു സംഭവം ഒന്നും ഉണ്ടായില്ല. അപ്പോൾ ചേട്ടനോട് ആദ്യം പറയുന്നത് ചേട്ടാ ഇങ്ങോട്ട് പറയുക, ചേട്ടൻ ഫോൺ ചെയ്യുമ്പോൾ ചേട്ടാ അവിടെ കണ്ടതൊന്നും ഒന്നുമല്ല അല്ല. അപ്പോൾ ചേട്ടൻ എന്ന് പറയുന്ന സോബി എന്ന് പറയുന്ന താങ്കള് ചേട്ടൻ അവിടെ ഉണ്ടായിരുന്നു, ചേട്ടൻ ഇത് കണ്ടു, ഒരു ദൃക്സാക്ഷി ഉണ്ടെന്ന് അവർക്ക് വിവരം അപ്പോൾ മനസ്സിലായി. കാരണം മധുവിന് ഇത്രയും ഡീറ്റെയിൽ പറയാനുള്ള സമയം കിട്ടിയിട്ടില്ല. കാരണം വെച്ചാൽ ഞാൻ വിളിച്ച അടുത്ത സെക്കൻഡിൽ തന്നെ എനിക്ക് കോൾ വരിക. അപ്പോൾ ഞാൻ അവിടെ അത് അവസാനിപ്പിച്ചു. പിന്നെ നമുക്ക് വേറെ ആരോടും പറയാനില്ല. അപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ പ്രകാശ് എന്നെ തിരിച്ച് വിളിച്ചിട്ട് പറഞ്ഞു ചേട്ടാ നാളെ ഇവിടെ ആറ്റിങ്ങൽ DYSPയുടെ അടുത്ത് വരുമെന്ന് വന്നം, അല്ല CIയുടെ അടുത്ത് വരുമെന്ന് വന്നം, ഇത് മൊഴി കൊടുക്കേണ്ടി വരും കേട്ടോ എന്ന് പറഞ്ഞു. CI എന്ന് എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് തന്നെ കുഴപ്പമില്ല. ഞാൻ ഇടയ്ക്കെന്ന് ചോദിച്ചോട്ടെ, താങ്കൾ അങ്ങോട്ട് വിളിക്കുന്നവരെ ഇവരാരും തന്നെ CIയുടെ അടുത്ത് മൊഴി കൊടുക്കുന്ന കാര്യം ഒന്നും പറയുന്നില്ല. താങ്കൾ അങ്ങോട്ട് വിളിക്കുമ്പോൾ ഈ കാര്യങ്ങൾ താങ്കൾ കണ്ടതായി താങ്കളുടെ മേൽ പറയുന്നു, പിന്നീട് ഒരു സൗഹൃദം സ്ഥാപിക്കുന്നു, ചെല്ലാൻ DYSPയുടെ അടുത്ത് ചെല്ലാൻ പറയും, CIയുടെ അടുത്ത്. അത് കഴിഞ്ഞ് ഫോൺ വെക്കുന്നതിന് മുമ്പ് എന്നോട് ചേട്ടൻ ഇത് ഇവർ ആരോടെങ്കിലും പറഞ്ഞു എന്ന് വെച്ചാൽ ഞാൻ മധുവിൻ്റെ അടുത്ത് മാത്രം പറഞ്ഞു, വേറെ ആരുടെ അടുത്ത് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. എന്നാൽ അത് ആരുടെ അടുത്തും പറയണ്ട കേട്ടോ ചേട്ടാ, ഞാൻ എൻ്റെ നമ്പർ ചേട്ടൻ ഒന്ന് സേവ് ചെയ്തോ, ചേട്ടൻ്റെ നമ്പർ ഞാൻ സേവ് ചെയ്ത് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കും, സഹകരിക്കണോട്ടോ എന്ന് പറഞ്ഞു. അവൻ ആയിക്കോട്ടെ എന്നൊരു ഫോൺ വെച്ചു. ഇത്രയാണ് ഞങ്ങൾ തമ്മിലുള്ള സംസാരം ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ മധുവിനെ വിളിച്ചു പറഞ്ഞു എനിക്ക് പുള്ളിയായിട്ട് സംസാരിച്ചിട്ട് അങ്ങനെ ഒരു തൃപ്തി തോന്നിയില്ല കേട്ടോ, പുള്ളി എന്ത് വല്ലാത്ത രീതിയിൽ ഇങ്ങനെയൊക്കെ സംസാരിച്ചു. അപ്പോൾ മധു പറഞ്ഞു ചേട്ടാ പുള്ളി ഒത്തിരി തിരക്കുള്ള ആളാണ്, അതുകൊണ്ടായിരിക്കും അങ്ങനെ വെക്കം ഫോൺ വെച്ചതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും അതും ആയിട്ട് ഇങ്ങനെയൊക്കെ സംസാരിക്കണ ഈ കോൾ റെക്കോർഡും അതും അതേമാതിരി തന്നെ ക്രൈംബ്രാഞ്ചിനും CBIക്കൊക്കെ വോയിസ് റെക്കോർഡ് ഉൾപ്പെടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് നമ്മളതങ്ങ് വിട്ടു. ഇതെല്ലാം മറന്നു, എല്ലാവരും മറന്നു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ മെയ് മാസത്തിലെങ്ങാണ്ടാണ് ഇവർ സ്വർണ്ണക്കടത്ത് കേസുമായിട്ട് എയർപോർട്ടിൽ പിടിക്കുകയോ വേണ്ടൊക്കെ ചെയ്തത്. അതിൻ്റെ വാർത്ത വന്നപ്പോൾ യൂണിച്ചേട്ടൻ പിന്നെ ചാനലിൽ വന്നിട്ട് പറഞ്ഞു ഇങ്ങനെ മകനെ കൊന്നാന്ന് ഞാൻ പറഞ്ഞു, ഇവരൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങളെന്ന് പറഞ്ഞപ്പോഴത്തേനും അപ്പോൾ തന്നെ കർത്താ സാർ എന്നെ തിരിച്ചു വിളിച്ചു. സോബി ഉണ്ണിച്ചേട്ടനെ വിളിച്ചാൽ പറയാൻ പറഞ്ഞു. അങ്ങനെ എറണാകുളത്ത് മനോരമയുടെ ഓഫീസിൽ വിളിച്ചിട്ട് ഞാൻ ഈ ഉണ്ണിച്ചേട്ടൻ്റെ നമ്പർ എടുത്തിട്ട് ഞാൻ വിളിച്ച് പറഞ്ഞിട്ടാണ് പിന്നീട് വാർത്തകളിൽ ഇത്രയും ഇതിലേക്കും ഇപ്പം ഈ അർജുൻ്റെ അറസ്റ്റ് വരെ എത്തിയിരുന്നപ്പോഴും കേസിൻ്റെ ഒരു 80% വിജയിച്ച സന്തോഷത്തിലാണ് ഞാൻ. ഏതായാലും ഒരു വലിയ സത്യം കാണാൻ ദൈവം ഏർപ്പെടുത്തിയ ഒരു ദൃക്സാക്ഷി ഒരു ചെറിയ സംഭവമല്ല. വളരെയധികം സൈബർ അറ്റാക്കും ഒരു മനുഷ്യൻ വെറുതെ കുറേ കഥകൾ ഉണ്ടാക്കി പറയുന്നു എന്നും നമ്മുടെ സമൂഹം ഒരാളെ മാനസികമായി പീഡിപ്പിക്കാൻ സാമൂഹ്യ മാധ്യമങ്ങളും ഇപ്പോൾ ഉപയോഗിക്കുന്ന ഈ ഘട്ടത്തിൽ സോബി എന്ന ഈ മനുഷ്യൻ പറഞ്ഞ ആ സത്യങ്ങൾ ഒരു വേള കൂടി അത് പറഞ്ഞത് സത്യമാണെന്നും അതിൽ ഉണ്ടായിരുന്നവരൊക്കെ തന്നെ ഇതിൽ പങ്കാളികളാണ് എന്നുകൂടി വിവരം പുറത്തു വന്നിരിക്കുന്നു. ഇനി ഒരു വലിയ ഇടവേള ഉണ്ടായിട്ടാണെങ്കിൽ പോലും ഇതിലെ സത്യം അല്ല, ചെറിയ ഇടവേള ആണെങ്കിൽ പോലും ഈ സത്യം പുറത്തു വരും എന്ന് നമുക്ക് കരുതാം. സോബി ചേട്ടാ, നമുക്ക് തൽക്കാലം
ഈ സംസാരം ഇതിപ്പോൾ കേട്ടവർ പലരും പറയും താങ്കൾ ഇത് ഒരുപാട് നാൾ മുമ്പ് പറഞ്ഞൊരു കഥ പിന്നെയും കേൾക്കുന്നു, ഞങ്ങൾ കേൾക്കാനൊക്കെ താഴെ കമന്റ് വരും. ആ ഒരുപാട് നാൾ മുമ്പ് ഞാൻ എന്താണ് പറഞ്ഞത് അത് തന്നെ ഈ 6 വർഷത്തിന് ശേഷം ഒരു പൊടി പോലും. കാര്യം ഞാൻ ഈ സംഭവം ഞാനെന്നല്ല, സാമൂഹ്യ മാധ്യമങ്ങൾ വാച്ച് ചെയ്യുന്ന എല്ലാവരും തന്നെ ഇദ്ദേഹം പറഞ്ഞ ഈ കഥയിൽ ഒരു കഥ മാറ്റി മാറ്റി, ഒരു കള്ളമാണെങ്കിൽ ആ കള്ളത്തിൽ ഒരുപാട് കള്ളങ്ങൾ മാറ്റിച്ചേർത്ത് പറയാൻ പറ്റും. ഞാൻ ആ നാട്ടുകാരനാണ്. ഞാൻ ഈ ചോദിച്ചതിൽ നിന്നും അദ്ദേഹം മുമ്പ് പറഞ്ഞതിൽ ഇപ്പോൾ പറഞ്ഞതിൽ മാറ്റമില്ല. ഏതായാലും കേൾക്കേണ്ടവർ കേൾക്കേണ്ട രീതിയിൽ ഇനിയെങ്കിലും കേൾക്കും എന്ന് കരുതാം. തൽക്കാലം ഞങ്ങൾ ഈ വിഷയത്തിൽ ഇവിടെ സ്റ്റോപ്പ് ചെയ്യുന്നു. ചേട്ടൻ നമുക്ക് മറ്റൊരു അവസരത്തിൽ വീണ്ടും ഇതിനെ ഫർദർ ഇൻവെസ്റ്റിഗേഷൻ വരുമ്പോൾ നമ്മൾ വിളിക്കുന്നതാണ്. നമസ്കാരം.